ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലിലേക്ക് കുതിച്ചു കയറുന്ന IRGCയുടെ കമാൻഡോകൾ മുഖം മൂടി ധരിച്ച് ഇങ്ങനെ ഏതാണ്ട് ചാര നിറത്തിലോ ഉള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള മുഖം മൂടിയൊക്കെ ധരിച്ച് തോക്കുകളുമായിട്ട് പറന്ന് കയറുകയാണ് ഇവർ ഈ കപ്പലുകൾക്കകത്തേക്ക്. വൻ ആക്ഷനാണ്, തോക്കുകളുമായിട്ടാണ് കയറുന്നത്. ഇന്ത്യൻ കപ്പൽ പിടിച്ചെടുക്കുന്നു. MSC എന്ന് പറയുന്ന കപ്പലാണ്. അങ്ങനെ വലിയ ആക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഹോർമൂസിനകത്ത് IRGC ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് നമ്മൾ ഒരു വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. പക്ഷേ പാശ്ചാത്യ മീഡിയ തന്നെ പറയുന്നത് അത് ഒരു ആക്ഷൻ പാക്ഡ് പ്രോപ്പഗാൻഡ മൂവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വി ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാനുള്ള കപ്പൽ അവർ കീഴടക്കി എന്ന് പറയുന്നത്. ഡ്രോണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും നടക്കില്ല. അത് ഒരു പ്രോപ്പഗാൻഡ മൂവി, അഡ്വർടൈസ്മെന്റ് മൂവി. അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഹോർമിസ് കടലിടുക്കിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണോ എന്നുകൂടി നമുക്ക് പറയാൻ പറ്റില്ല. ഈ MSC ഫ്രാൻസിസ്ക എന്ന് പറയുന്ന കപ്പലിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കപ്പൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുപോലെ എപ്പാമനോദാസ് പറഞ്ഞത് ലൈബീരിയൻ കപ്പലാണ്. രണ്ടിലും എണ്ണയാണ്, ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയണത്. അപ്പം ഇതിൻ്റെ കാരണം പറയുന്നത്, ഒരു കഴിഞ്ഞ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്നറിയില്ല, US നേവി ഒരു ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്തു. അത് ഇന്ത്യൻ ഓഷനിലോ ഇറാനിയൻ ഇന്ത്യൻ ഓഷൻ ഏരിയയിൽ വെച്ചിട്ട് അതിനകത്ത് മുഴുവനും ഇറാനുള്ള ആയുധങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. നമുക്കറിയാൻ പാടില്ല എന്താണെന്ന്. പക്ഷേ ഏതായാലും വളരെ ഒരു ഡെയർ ഡെവിൾ ആക്ഷൻ ആയിരുന്നു അത് കയറി പിടിച്ചെടുത്തത്. ഈ കപ്പലിന് US നേവി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കപ്പൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന്. കെലാങ് എന്നിട്ട് പറഞ്ഞൊരു തുറമുഖമുണ്ട് മലേഷ്യയിൽ. അവിടെയാണ് ഇത് സ്ഥിരം പോയി പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് അതിൻ്റെ ട്രിപ്പ് അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കപ്പൽ അവിടെ വരെ പോകും, തിരിച്ച് ഇറാനിലേക്ക് വരും, പിന്നെ വീണ്ടും കെലാങ്ങിലേക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയ്ക്ക് സംശയം തോന്നി, അങ്ങനെ പിടിച്ചെടുത്തതാണ്. ആ കപ്പൽ അവർ പിടിച്ചപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്ത കപ്പൽ ഇറാനിയൻ പോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് രണ്ട് ഇന്ത്യയുടെ അല്ല, ഒരെണ്ണം ഇന്ത്യൻ മുന്ദ്ര പോർട്ടിലേക്കുള്ള എണ്ണയും കൊണ്ടുവരുന്ന കപ്പലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു കപ്പലിൽ നേരെ അവർ ആക്രമണം നടത്തുകയുണ്ടായി. സന്മാർ ഹെറാൾഡ്, നമ്മുടെ മദ്രാസിലുള്ള സന്മാർ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. പക്ഷെ അത് അവർ വിട്ടയച്ചിട്ടുണ്ടെന്ന് പറയണു. ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു. ഇന്ത്യ അവരെ വിളിച്ചിട്ട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി മിസരീസ് എന്ന് പറഞ്ഞ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഇറാനിയൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്രിഹെൻഷൻസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് ഒരു ഇപ്പോഴും സങ്കീർണമായ അല്ലെങ്കിൽ അവ്യക്തത നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് വിശേഷിക്കുകയാണ്. പക്ഷേ ആ കപ്പലിനൊന്നും പറ്റിയിട്ടില്ല. കപ്പൽ സുരക്ഷിതമായിട്ടുണ്ട്, അതിന് യാതൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഇത് രണ്ടു കൂട്ടരും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാവാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ പറയണ ഞങ്ങൾ ഹോർമസ് സ്ട്രൈറ്റിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ആക്രമിക്കും. അത് അങ്ങനെ ആക്രമിക്കാതാകണം എന്നുണ്ടെങ്കിൽ അമേരിക്ക ഈ ഇറാന് എതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡ് പിൻവലിക്കണം. ഇപ്പോൾ ഇറാനിലെ പോർട്ടുകളിലേക്കൊന്നും മറ്റ് ലോകത്തെ ഒരു കപ്പലുകൾക്ക് പോകാനോ അതല്ലെങ്കിൽ ഹോർമസ് സ്ട്രൈറ്റ് വഴി പുറംകടലിലേക്ക് വരാനോ പറ്റില്ല. അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് വരാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് ബ്ലോക്കേഡ് നിൽക്കുന്നത്. ഇറാൻ അപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഒരു ദിവസം കണ്ട് $500 മില്യൺ അവർക്ക് ഒരു ദിവസം നഷ്ടമാണെന്നാണ് പറയുന്നത് ഈ ബ്ലോക്കേഡ് കാരണം. ഇവർ പറയുന്ന ബ്ലോക്കേഡ് പിൻവലിക്കാതെ ഞങ്ങൾ യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. ബ്ലോക്കേഡ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശമൊക്കെ പാലിക്കണം, എന്നാൽ മാത്രമേ അവർ ഇത് ചെയ്യുള്ളൂ. അതായത് യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം അത് കുറഞ്ഞ ഒരു പരിപാടിക്ക് അമേരിക്ക തയ്യാറല്ല. എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, അത് മുഴുവൻ അമേരിക്കനെ ഏൽപ്പിക്കണം. അതല്ലെങ്കിൽ ഞങ്ങൾ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യാതെ തന്നെ ചെയ്യുന്നു.
ഇവർ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്കേഡ് പിൻവലിക്കണം എന്ന് പറയുന്നു. ഇവർ ബ്ലോക്കേഡ് പിൻവലിക്കില്ല, അവർ ചർച്ചയ്ക്കും വരില്ല. എന്തെങ്കിലും ഒരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും എന്താ പറയുന്നത് നേതൃത്വം. പക്ഷേ വേറെ കുഴപ്പമുള്ളത്, ഇറാനിൽ ഇപ്പോൾ തീവ്രവാദികളാണ് ഭരണം കൈയടക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ വാഹിദി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ ചീഫായിരുന്ന വാഹിദി, അയാളാണിപ്പോൾ നമ്പർ വൺ. കാരണം മറ്റേ മൊജ്തബ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല, കിടപ്പാന്ന് തോന്നുന്നു, ഫ്ലാറ്റാണ്. ചത്തോന്ന് ഇവർ പുറത്ത് മുഖമൊക്കെ വികൃതമായി, കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതും പറയുന്നു ചത്തു എന്നും പറയുന്നു. ചിലർ പറയുന്നു ജീവിച്ചിരിക്കുന്നു, കോമയാണ്, ICUലാണെന്നൊക്കെ പറയുന്നു, മോസ്കോയിലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പാരീസിലാണെന്ന് പറയുന്നു. വി ഡോണ്ട് നോ. നമുക്ക് അവർ പുറത്ത് പറയാത്തിടത്തോളം കാലം ഒന്നും എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ സോണിയാഗാന്ധിയുടെ പടം വെച്ചിട്ടില്ലേ, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വീട്ടിൽ അവരുടെ ഓഫീസിലൊക്കെ സോണിയാഗാന്ധിയുടെ ഫോട്ടോ പ്രോമിനൻ്റ് ആയിട്ട് വെക്കാം. നമുക്ക് അത് മാത്രമല്ല, അവരിപ്പോൾ ആയ്മ പുറത്തു തന്നെയില്ലല്ലോ, വീട്ടിൽ സുഖമില്ലാണ്ട് കിടപ്പല്ല ആയ്മ. അപ്പോൾ അതേപോലത്തെ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വാഹിദിയാണ്. ഇറാനിയൻ പ്രസിഡന്റിന് കൂടി യാതൊരു വോയിസ് ഇല്ല അവിടെ. അതെ, പെഷസ്കിയാൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ട് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതലായി. കാരണം ഈ ചർച്ചയിൽ പോലും പെഷസ്കിയാനെ പറഞ്ഞ് അയക്കാത്തതിന് പിന്നിൽ IRGCയുടെ തീരുമാനമാണ്. കാരണം പെഷസ്കിയാൻ കുറെ കൂടെ പ്രോ അമേരിക്കൻ ആണ് എന്നുള്ള ഒരു കാരണമുണ്ട്. മോഡറേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം നമുക്ക്. അല്ല, ശരിക്കും പ്രോ അമേരിക്കൻ തന്നെയല്ലേ. പ്രോ അമേരിക്കൻ കാരണം അമേരിക്ക പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നല്ലേ പെഷസ്കിയാൻ പറഞ്ഞത്. അതെ. അപ്പൊ പെഷസ്കിയാന് ഈ പറയുന്ന IRGCയുടെയും മതരാഷ്ട്രത്തിന്റെയും സമീപനം അല്ലല്ലോ ഉള്ളത്. പക്ഷെ എൻ്റെ ഒരു സംശയം അതല്ലേ സാർ, മറ്റൊരു ഭീതി കൂടി ഇറാൻ പുറത്തേക്ക് വരുത്തുന്നുണ്ട്. അത് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള കേബിളുകളെ പറ്റിയിട്ടാണ്. കേബിൾ കട്ട് ചെയ്യും എന്ന് ഇറാൻ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരുപക്ഷെ അപകടകരമായിട്ട് ഇവർ സ്ഥാപിച്ച മൈനുകൾ കാരണമോ, ഇല്ലെങ്കിൽ അയക്കുന്ന ഒരു ടോർപിഡോ കാരണമോ, മറ്റേതെങ്കിലും ഒരു മറൈൻ ബോംബ് കാരണമോ സംഭവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മനഃപൂർവ്വമായിട്ടത് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിനെ ഗുരുതരമായി ബാധിക്കില്ലേ? അതെ, അത് ഒരു ഭീഷണിയാണ്. ആഗോളതലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ ബാധിക്കുന്നതാണ്. അവരിപ്പോൾ അതിനെ കുറിച്ചൊരു വാർത്ത കണ്ടത്, അവർ അണ്ടർ വാട്ടർ കേബിൾ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ അണ്ടർ വാട്ടർ കേബിൾ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എവിടേക്കാണ് കേബിൾ മുറിച്ച് കളയേണ്ടതെന്ന് അറിയാൻ പറ്റും. അവരത് ചെയ്യുകയും ചെയ്യും. അത് കാരണം ഇപ്പോഴത്തെ ഒന്നാമത്തെ തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയിലാണ് അവർക്ക്. അപ്പോൾ പക്ഷെ അത് വന്നുകൊണ്ട് ഈ ആഗോള വാർത്താവിനിമയ സംവിധാനം പൂർണ്ണമായിട്ട് തകരാറിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതുവഴി കടന്നു വരുന്ന കേബിൾ സിസ്റ്റം MEA, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റേൺ യൂറോപ്പ്, MECV എന്ന് പറയും, മിഡിൽ ഈസ്റ്റ്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, WE, വെസ്റ്റേൺ യൂറോപ്പ്. ഈ രാജ്യങ്ങളിലേക്കുള്ള വാർത്താ ശൃംഖലകൾ, വാർത്താ വിനിമയം പോകുന്നത് ഈ കേബിൾ വഴിയാണ്. അപ്പോൾ ഈ കേബിൾ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വാർത്താ വിനിമയത്തെ ഒരു സ്റ്റേജ് വരെ ബാധിക്കാം. പക്ഷെ അത് ഈ അണ്ടർ വാട്ടർ കേബിളിംഗ് മാത്രമല്ലല്ലോ ലോകത്തിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിട്ടുള്ള നമുക്ക് ഉപഗ്രഹങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇന്ത്യക്ക് തന്നെ എത്രയോ 10-12 വാർത്താ വിനിമയ ഉപഗ്രഹങ്ങളുണ്ട്. അതുപോലെ യൂറോപ്പിന്, ഫ്രാൻസിന്, അമേരിക്കയിൽ, ബ്രിട്ടനൊക്കെ സ്വന്തമായിട്ട് ഇഷ്ടംപോലെ വാർത്താ വിനിമയ ഉപഗ്രഹങ്ങളുണ്ട്. പിന്നെ അത് കൂടാണ്ട് അടുത്ത കാലത്ത് ഇന്ത്യയിലേക്ക് ഒരു കമ്പനി വരുന്നുണ്ട്, വാർത്താ വിനിമയ കമ്പനി. നമ്മുടെ ഇൻ്റർനെറ്റും DTH അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപഗ്രഹം വഴി വീടുകളിൽ എത്തിക്കാനായിട്ടുള്ള സംവിധാനമാണ്. ഞാൻ ആ കമ്പനിയുടെ പേര് മറന്നുപോയി. അവർക്ക് ഏതാണ്ട് ഞാൻ ഒരിടത്ത് വായിച്ചത് 1000-ലധികം സ്വന്തം ഉപഗ്രഹങ്ങൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വാർത്താ വിനിമയ ഉപഗ്രഹങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ആ അണ്ടർ വാട്ടർ കേബിൾ ഇല്ലെങ്കിലും നമുക്ക് വാർത്താ വിനിമയം നടക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ അതൊരു തകരാറായിട്ട് അതൊരു വൻ ഭീഷണിയായിട്ട് കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഇടയ്ക്ക് നമ്മുടെ ഇന്റർനെറ്റ് ഇതൊക്കെ പോവാറില്ല. ഇപ്പൊ ഗൂഗിൾ അതെ. കിട്ടാറില്ല, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് കിട്ടില്ല. സോഷ്യൽ എന്താ പറയുക ട്വിറ്റർ കിട്ടാറില്ല എന്നൊക്കെ പറയാറില്ല. അപ്പോൾ അതുപോലെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ട് ഈ ഉപഗ്രഹ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കാരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഇറാൻകാരിനി ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഡ്രോണോ എന്തെങ്കിലുമൊക്കെ ആയിക്കോത്തുള്ളതാണ് അത്രയ്ക്കുള്ള പേടി. ശേഷി അവർക്കില്ല എന്തായാലും. അതൊരു പക്ഷേ ചൈനയ്ക്ക് റഷ്യയ്ക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ചൈനയ്ക്ക് റഷ്യയ്ക്ക് ഇന്ത്യക്കും അതിന് കേപ്പബിലിറ്റി ഉണ്ട്. കാരണം 2019 പ്രധാനമന്ത്രി ഇലക്ഷൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം ഒരു രാഷ്ട്രത്തോടായിട്ട് ആ വിവരം ISRO ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞത്. അത് ഉപഗ്രഹങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളും അതെ അതെ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അതെ, പക്ഷെ എന്തായാലും ഇറാൻ ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഇറാൻ എന്നും തലവേദനയായിരുന്നു ഇറാൻ. അവിടുത്തെ ഈ ആയത്തുള്ളമാരും മറ്റു മുള്ളകളും മുക്രികളും കൂടി ചേർന്ന് ഒരു രാജ്യം എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ എങ്ങനെയൊക്കെ രാജ്യം നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിലെ ഒരു പെട്രോ കെമിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു മലയാളിയായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നു. അദ്ദേഹം പറയുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ എവിടെയോ ആയിരുന്നു, എത്രയോ ഉന്നതങ്ങളിലായിരുന്നു ഇറാൻ എന്നറിയുമ്പോൾ. ഫാഷൻ, അതുപോലെ ഉന്നത ജീവിത നിലവാരം, അതുപോലെ വളരെ വില പിടിച്ച കാറുകൾ, പാവപ്പെട്ടവരെയൊന്നും ടെഹ്റാനിലൊന്നും കാണാനേ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഹൈലി റിച്ച് ആയിരുന്നു. ഹൈലി റിച്ച് ആയിരുന്നു. എല്ലാം കൊണ്ടും, സംസ്കാരം കൊണ്ടും ഇതൊക്കെ കൊണ്ടും വളരെ ഔന്നത്യങ്ങളിലെത്തിയിരുന്ന വ്യക്തികളായിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് മൊത്തം പിച്ചക്കാരാക്കി മാറ്റി അവർ. ഇപ്പോൾ നമ്മുടെ ലാലു പ്രസാദ് യാദവ് ബീഹാറിന് ചെയ്ത പോലെയാണ് ഈ മുള്ളമാരും ഇവരൊക്കെ കൂടി ചെന്ന് ഇറാനെ ഒരു പരിവാക്കി വെച്ചത്.